യെസ്. അപ്പൊ നമ്മള് ലാസ്റ്റ്ലി ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ബ്രോക്കർ പ്ലാറ്റ്ഫോംസ്, പിന്നെ അതേപോലെ ട്രേഡിംഗ് വ്യൂ ട്യൂട്ടോറിയൽസിനെ പറ്റി കേട്ടു. ബേസിക്സ് ഓഫ് ട്രേഡിംഗ് കേട്ടു. ഇനി നമുക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പഴത്തേക്ക്, നമ്മൾ ആ പഠിച്ച ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞില്ലേ? ട്രേഡിംഗ് വ്യൂ. അപ്പൊ ആ ട്രേഡിംഗ് വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ചാർട്ട് അനാലിസിസ് ചെയ്യുക. കാര്യം നമുക്കൊരു പ്രോപ്പർ ഡയറക്ഷനും, പ്രോപ്പർ അനാലിസിസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കത് എത്താൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നതാണെന്ന് ചാർട്ട് അനാലിസിസ്. അതിനെ വേറൊരു പേരിലും കൂടെ വിളിക്കും. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയും. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്കിവിടെ ഹെൽപ്പ് ചെയ്യണതെന്നും, നമുക്ക് എന്താണ് ചാർട്ട് റീഡിംഗ് എന്നും, അത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ചാർട്ട്സുകൾ അവൈലബിൾ ആണെന്നും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബേസിക്സോടെ ഒന്ന് കേൾക്കാം. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാ. ഫൈൻ. അപ്പൊ ഞാൻ ദാ ഇവിടെ ജസ്റ്റ് ഒരു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു അനാട്ടമി എന്ന് പറയാം. ഒരു ഡീപ്പ് സെഷൻ, ഇൻസൈഡ് സെഷൻ. എന്താണ് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ? അതെങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടത്? ഇതെങ്ങനെ ഫോം ചെയ്യണത്? എന്നുള്ള റീസൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയും. ഇതൊരു കാൻഡിൽ സ്റ്റിക്ക് ആണ്. കാര്യം കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയാനുള്ള റീസൺ നിങ്ങൾക്ക് വേറൊന്നും വേണ്ട. ആ വേർഡ് തന്നെ അർത്ഥമുണ്ടല്ലേ. കാൻഡിൽ. കാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെഴുകുതിരി. അപ്പോൾ മെഴുകുതിരി പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഈ ഒരു ചാർട്ടിംഗ് ടൈപ്പിനെ വിളിച്ചിരിക്കുന്ന പേരാണ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയാം. ഇനി ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് ലൈൻ ചാർട്ട്. ഇതെന്തുകൊണ്ടാണ് ഇതിനെ രണ്ടിനെ മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ 2 ചാർട്ട്സുകളായിരിക്കും അല്ലെങ്കിൽ ഈ 2 ചാർട്ടിംഗ് മെത്തേഡ്സുകളായിരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യണതും. അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റിന് നമ്മുടെ കൺസെപ്റ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള 2 അനാലിസിസ് മെത്തേഡ് ഈ 2 എണ്ണമായിരിക്കും. നമ്മൾ ട്രേഡിംഗ് വ്യൂ പഠിച്ചപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം അല്ലേ? കുറേ ചാർട്ടിംഗ് മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും പല പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യണതായിരിക്കും. ഇപ്പോൾ കാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്യണത് എന്തിനാണെന്ന് നമ്മളിപ്പോൾ പഠിക്കും. ലൈൻ ചാർട്ട് എന്തിനാണ് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ നോക്കിയാൽ ഹോളോ കാൻഡിൽസ് ഉണ്ട്. ലൈൻ വിത്ത് മാർക്കേഴ്സ്, സ്റ്റെപ്പ് ലൈൻ ഇങ്ങനെ ഒരുപാട് ചാർട്ടിംഗ് ടൈപ്സുകളുണ്ട്. പക്ഷേ ഈ ചാർട്ടിംഗ് ടൈപ്സുകൾ പല ആൾക്കാരും പല സ്ട്രാറ്റജിക്കോ, കൺസെപ്റ്റിനോ അവരുടേതായ വേ ഓഫ് അപ്രോച്ചിനൊക്കെ വേണ്ടി യൂസ് ചെയ്യണതായിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കാൻഡിൽ സ്റ്റിക്കും ലൈനും ആണ്. ഇത് തന്നെയായിരിക്കും കോമൺലി മിക്ക ആൾക്കാരും യൂസ് ചെയ്യണത്. അപ്പോൾ അതെന്താണെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീപ്പായിട്ട് ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു ബുള്ളിഷ് കാൻഡിൽ എന്നൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അതെന്താണ് ഈ ബുള്ളിഷ് കാൻഡിൽ? ബുള്ളിഷ് കാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് മാർക്കറ്റിന്റെ അകത്ത് ചാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ ഗ്രീൻ റെഡ് എന്ന് പറഞ്ഞാണ് മാർക്കറ്റ് ഒരുപാട് മൂവ് ചെയ്യണത്. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന ഓരോ കാൻഡിലിനും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാൻഡിൽസിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിംഗ് ടൈപ്സിലെ ഫസ്റ്റ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിനകത്ത് ബുള്ളിഷ് കാൻഡിൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഹൈ പോയിട്ടുണ്ട്. ഒരു ലോ പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഓപ്പൺ വരുന്നുണ്ട്. ഇതെല്ലാം ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് തരാം. ഒരു ക്ലോസ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ലോ പോയിന്റ് എന്ന് വിളിക്കാം. ലോ. ഇതിന് നമുക്ക് ഓപ്പൺ എന്ന് പറയാം. ഇത് നമുക്ക് ക്ലോസ് എന്ന് പറയാം. ഇത് നമുക്ക് ഹൈ എന്ന് പറയാം. അപ്പം ഇത്രയും ഫാക്ടേഴ്സ് തന്നെയായിരിക്കും ഈ ബെയറിഷ് ക്യാൻഡിലും വരുന്നത്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് സോറി. ഇതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള റീസൺസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു കാൻഡിൽ സ്റ്റിക്കിന് വരുന്ന പാർട്ടുകളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ലോ, ഓപ്പൺ, ക്ലോസ്, ഹൈ. ഈ 4 കാര്യങ്ങൾ വരാറുണ്ട്. ഈ കാൻഡിൽ സ്റ്റിക്കിന് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാൻഡിൽ സ്റ്റിക്കിന് ഒബ്വിയസ്ലി ഇതിനെ വിളിക്കുന്ന പേര് ബോഡി എന്ന് പറയും. ഇതാണ് കാൻഡിൽ സ്റ്റിക്കിന്റെ ബോഡി. ഇനി ഈ ഒരു ലൈൻ പോലെ പോയേക്കുന്നതിനെ വിളിക്കുന്ന പേര് വിക്ക് എന്ന് പറയും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വിക്ക് എന്ന് പറയും. ഇത് രണ്ടും ഇനി എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. പ്രൈസ് ഇവിടെ നമ്മൾ പറയുന്നത് ഓപ്പൺ ആയെന്ന് അല്ലേ? ഒരു കാൻഡിൽ സ്റ്റിക്കിന്റെ ഓപ്പൺ പ്രൈസ് ആണിത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു ₹5 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ടൈം ഫ്രെയിമിനെ പറ്റി പറഞ്ഞില്ലേ? ട്രേഡിംഗ് വ്യൂവിന്റെ മേഖലയിലേക്ക് ഈ വരുന്ന ടൂൾ ബാർസ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ടൈം ഫ്രെയിംസുകളാണ്. പല പല ടൈം ഫ്രെയിംസ് ഇട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇട്ടേക്കുകയാണ്. അപ്പോൾ പ്രൈസ് ഇപ്പോൾ കറന്റ്ലി ഓപ്പൺ ആയിരിക്കുന്നത് ₹5 ആ ₹5 ഇനി ഈ കാൻഡിൽ ക്ലോസ് ആവാൻ 5 മിനിറ്റ് ഉണ്ട്. കാര്യം എന്താണ്? നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഇട്ടേക്കുന്നത്. ഈ 5 മിനിറ്റിൽ ഓപ്പൺ ആയത് ഫസ്റ്റ് ആ ഓപ്പൺ ആയ സമയത്ത് ₹5 ആയിരുന്നു. അത് കുറച്ചു നേരം താഴേക്ക് വന്നു. ഈ താഴേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത്? സെല്ലേഴ്സിന്റെ പ്രസൻസ് ആണ് അല്ലേ? മാർക്കറ്റ് സെല്ലിംഗ് പ്രഷറിലേക്ക് ഓർഡേഴ്സുകൾ മാർക്കറ്റിലേക്ക് ഒരുപാട് വരുന്നത് കൊണ്ടാണ് ആ ഓപ്പൺ പ്രൈസിൽ ₹5 ഓപ്പൺ ആയപ്പോൾ ഇത് കറന്റ് താഴേക്ക് വന്നത് ഒരു ₹3 വരെ ഇത് വന്നു. അപ്പോൾ ₹3 നിന്ന് മാർക്കറ്റ് പിന്നെയും തിരിച്ച് മുകളിലേക്ക് പോവുക. മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ₹3 ആരാ വന്നത്? ബയ്യേഴ്സ് വന്നു. നമ്മൾ ഈ കാൻഡിൽ സ്റ്റിക്ക് എന്തിനാ പഠിക്കണത്? ഈ സെല്ലേഴ്സിനെയും ബയ്യേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ ഈ ₹3 മാർക്കറ്റ് എത്തിയപ്പോഴത്തേക്ക് വീണ്ടും അവിടുന്ന് പമ്പ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ വിക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത്?
ഓപ്പൺ പ്രൈസീന്നോ അല്ലെങ്കിൽ ക്ലോസ് പ്രൈസീന്നോ പ്രൈസ് ഇപ്പോൾ ഓപ്പൺ പ്രൈസീന്ന് താഴെ ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ, ഇനി അത് താഴേന്ന് പിന്നെയും മുകളിലേക്കാ പോയെങ്കിൽ, ഈ ₹5 ₹3 വരെ വന്നിരുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു ഷാഡോ ആണ് വിക്ക്. അതായത് പ്രൈസ് ₹5 വരെ വന്നു. എന്തിനാ അങ്ങനെ കാണിച്ചു തരുന്നത്? ₹5 ഓപ്പണായ പ്രൈസിന് ₹3 വരെ സെല്ലേഴ്സ് മാർക്കറ്റിനെ കൊണ്ടെത്തിച്ചിരുന്നു എന്നൊരു ഐഡിയ നമുക്ക് തരുവാണ്. ഒരു ഡീറ്റെയിൽ സ്റ്റഡി തരുവാണ്. അപ്പോൾ അതെന്തിനാണ്? സെല്ലേഴ്സും മാർക്കറ്റിൽ പ്രസന്റഡ് ആയിരുന്നു എന്ന് നമുക്കൊരു ഇൻഡിക്കേഷൻ അവിടെ കിട്ടുവാണ്. അതിനുശേഷം വീണ്ടും പ്രൈസ് ഇവിടുന്ന് റിയാക്ട് ചെയ്ത് ₹3 ബയേഴ്സ് ആക്റ്റീവായി. ബയേഴ്സ് വീണ്ടും മാർക്കറ്റിനെ പുഷ് ചെയ്ത്, പുഷ് ചെയ്ത്, പുഷ് ചെയ്ത്, പുഷ് ചെയ്ത്, പുഷ് ചെയ്ത് ഇതൊരു ₹10 എന്ന് ചിന്തിച്ചോ. ₹10 വരെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ വീണ്ടും നമുക്ക് ആ വിക്ക് കാണുമ്പോഴാണ് പറയാൻ പറ്റുന്നത് എങ്ങനെയായിരുന്നു വന്നിരുന്നു. അല്ല വന്നു എന്ന് നമുക്ക് പറയണേ വന്നിരുന്നു. അതിനുശേഷം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണത്? ഇത് റിജക്ട് ചെയ്യുന്ന ഇവിടുന്ന്. അപ്പൊ ഇവിടെ വീണ്ടും ആരാണ് ആക്റ്റീവ്? ₹10 സെല്ലേഴ്സ് ആക്റ്റീവാണ്. ആ സെല്ലേഴ്സ് വീണ്ടും മാർക്കറ്റിനെ ചെറുതായിട്ട് പുഷ് ചെയ്ത്, പുഷ് ചെയ്ത്, പുഷ് ചെയ്ത് ഇവിടം വരെ എത്തിയപ്പോഴത്തേക്ക് ഒരു ₹7 എത്തിയപ്പം നമ്മൾ ഇട്ട ടൈം ഫ്രെയിം 5 മിനിറ്റ് ആയിരുന്നു. 5 മിനിറ്റ് തീർന്നു. തീർന്നപ്പോൾ പ്രൈസ് ഇവിടെ ക്ലോസ് ആയി. അതിനെയാണ് ക്ലോസിംഗ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാൻഡിലിന്റെ ഫുള്ളി സ്ട്രക്ചർ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും? ഇത്രയും ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഒരു കാൻഡിൽ സ്റ്റിക്ക് നമുക്ക് തരുന്നത്. ₹5 ഓപ്പണായ പ്രൈസ് ആ ഒരു സമയത്ത് കുറച്ച് നേരത്തേക്ക് ₹3 വരെ സെല്ലേഴ്സ് മാർക്കറ്റിനെ പുഷ് ചെയ്തു. ആ ₹3 എത്തിയപ്പോൾ പ്രൈസ് വീണ്ടും ബയേഴ്സ് ആക്റ്റീവായിട്ട് പ്രൈസിനെ വീണ്ടും പുഷ് ചെയ്ത് ₹10 വരെ എത്തിച്ചു ബയേഴ്സ്. പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ₹10 വീണ്ടും സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് വന്നു. കുറച്ച് നേരം അവർ താഴേക്ക്, താഴേക്ക്, താഴേക്ക് കൊണ്ടുവന്നെത്തിയപ്പം നമ്മുടെ ടൈം ലൈൻ തീർന്നു. 5 മിനിറ്റ് ഓഫായി. 5 മിനിറ്റ് ഷട്ട് ഡൗൺ ആയപ്പോൾ പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താ പറയാ? ഈ കാൻഡിൽ സ്റ്റിക്കിന്റെ ഒരു റീഡിംഗ് വെച്ചിട്ട് നമുക്കൊരു ഫൈനൽ റിസൾട്ട് പറയാം. 5 മിനിറ്റ് ടൈം ഫ്രെയിമില് മാർക്കറ്റില് ബയേഴ്സും, സെല്ലേഴ്സും തമ്മിലുണ്ടായ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ അവരുടെ പാർട്ടിസിപ്പന്റ്സ് എന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇതില് ഫൈനൽ റിസൾട്ടില് ഇപ്പൊ വിന്നിംഗ് സ്റ്റേജിൽ എത്തി നിൽക്കുന്നതും അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ മാർക്കറ്റ് സൈക്കോളജിയില് ആരാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് എന്ന് ഫൈനൽ റിസൾട്ട് തന്നത് ആരാണ്? ബയേഴ്സ് ആണ് ഇപ്പൊ ആക്റ്റീവ്. എന്തുകൊണ്ടാണ്? ₹5 ഓപ്പൺ ആയി. 3 വരെ സെല്ലേഴ്സ് നോക്കി. 10 വരെ ബയേഴ്സ് കൊണ്ടുപോയി. സ്റ്റിൽ ക്ലോസ് ചെയ്തത് ₹7 അപ്പോൾ ₹7 എന്ന് പറയുമ്പം ₹5 കാട്ടി ഹൈയർ ആണ്. അപ്പോൾ ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ പുഷ് ചെയ്തേക്കുന്നത്? ഒബ്വിയസ്ലി ബയേഴ്സ്. അപ്പോൾ ഈ കാൻഡിലിന്റെ ക്ലോസിംഗ് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? 5 മിനിറ്റിന്റെ അകത്ത് മാർക്കറ്റിനകത്ത് നടന്ന കോമ്പറ്റീഷനിൽ ബയേഴ്സ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് സെല്ലേഴ്സിനെയും കാട്ടി. അപ്പം ഇത്രയും ഡേറ്റാസ് ആണ് നമുക്ക് ഒരു കാൻഡിൽ സ്റ്റിക്കിൽ നിന്ന് കിട്ടുന്നത്. എന്താണ് ഓപ്പൺ, ലോ, ക്ലോസ്, ഹൈ. ഇത് ഇത്രയും ഒരു വേർഡ്സ് മാത്രമായിട്ടല്ല പഠിക്കുന്നത്. ഞാൻ ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞത് റീസൺ ഇതാണ്. ഇതിന്റെ അകത്ത് ഇത്രയും പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത് ആരാണ് സ്ട്രോങ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഡയറക്റ്റ് നിങ്ങൾ ഇപ്പോൾ പോയി 5 മിനിറ്റിലും 1 മിനിറ്റിലും ചെയ്യുകയല്ല ചെയ്യേണ്ടുള്ളത്. അതിന്റെ ഒരു ഇൻസൈഡ് സ്റ്റഡിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ടൈം ഫ്രെയിം എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം പവർഫുൾ ആവും. ഇപ്പോൾ ഈ 5 മിനിറ്റിൽ പറഞ്ഞ കാര്യം നേരെ ഒന്ന് 4 അവർ ചിന്തിച്ച് നോക്കിയേ. 4 അവർ എടുത്തു മാർക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു ക്ലോസിംഗ് വരാൻ. അതായത് 4 മണിക്കൂർ മാർക്കറ്റിനകത്ത് ബയേഴ്സും സെല്ലേഴ്സും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ആ കോമ്പറ്റീഷനിലും പ്രൈസിന് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടെ ആരാണ്? ബയേഴ്സ് ആണ് സ്ട്രോങ്. ഈ ബയേഴ്സ് സ്ട്രോങ് ആയത് ഏത് ടൈം ഫ്രെയിമിലാണ്? 4 അവറിൽ. 4 മണിക്കൂർ എടുത്തു. 4 മണിക്കൂറിലും ബയേഴ്സ് ആണ് ആക്റ്റീവ്. അപ്പോൾ ഇനിയും ഇതിന്റെ പ്രോബബിലിറ്റി വന്നുകൂടാ, അല്ലെങ്കിൽ വരാം എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതെങ്ങനെയാണ് ഇനിയിപ്പോൾ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോൾ വീണ്ടും മാർക്കറ്റിലേക്ക് ബയേഴ്സ് ആക്റ്റീവ് ആയിരിക്കും. എന്നിട്ട് പ്രോബബിലിറ്റി ഇവിടെ റൈസ് ആയി. എന്തുകൊണ്ടാണ്? ഏറ്റവും വലിയ ടൈം ഫ്രെയിംസ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 5 മിനിറ്റിൽ ഈ സാധനം കണ്ടിട്ട് അടുത്ത ക്യാൻഡിൽ ഇനിയും മാർക്കറ്റ് അല്ലെങ്കിൽ ബയേഴ്സ് ആയിരിക്കും ആക്റ്റീവ് എന്ന് ചിന്തിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ അത് വളരെ സ്മോളർ ടൈം ഫ്രെയിമാണ്. നോയ്സ് ഒരുപാട് കൂടും. പക്ഷേ 4 അവർ ഡെയിലി, വീക്ക്ലി, മന്ത്ലിയിലേക്ക് ഇത് നടക്കുമ്പം ഇൻഡിക്കേഷൻസ് കൂടും നമുക്ക്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? സെല്ലിംഗ് പ്രഷറിൽ അല്ലെങ്കിൽ സെല്ലിംഗ് ക്യാൻഡിലേക്ക് വരുമ്പോൾ. അതെങ്ങനെയാണ്? വിക്സുകൾക്ക് ഒരു മാറ്റവും വരില്ല. ആ വിക്കിന്റെ ഏറ്റവും ഹൈന് എന്താ പറയാ? ഹൈ എന്ന് തന്നെ പറയും. ഇനി രണ്ടാമത് നമുക്ക് വരുമ്പം ഇവിടെ എന്താ പറയാ? ഇവിടെ നമുക്ക് നേരത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൽ നമുക്ക് എന്താണത്? ക്ലോസിംഗ് ആയിരുന്നു. ഇവിടെ അതെന്താണ്? ഓപ്പൺ ആണ്. അപ്പോൾ ഇതിന്റെ ക്ലോസിംഗ് എവിടെ വരാ? ബെയറിഷ് ക്യാൻഡിലാണ്. ഒബ്വിയസ്ലി നമുക്ക് ചിന്തിക്കാം. ഇവിടെ തന്നെയായിരിക്കും പ്രൈസ് ക്ലോസ് ആവുന്നത്. നേരെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞില്ലേ. നേരത്തെ ഓപ്പൺ ആണെങ്കിൽ ഇവിടെ ക്ലോസ്. ഇതിന്റെ ക്ലോസ് ആണെങ്കിൽ ഇവിടെ ഓപ്പൺ. ഇനി ഈ പോയിന്റ് എന്താ വരാ? ഇതാണ് ഇതിന്റെ ലോ. അപ്പം ഇതും സെയിം കാര്യങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഇതിനെ നമുക്കിപ്പോൾ ഒരു കമ്പാരിസൺ ചെയ്യാം. അതായത് ഇതിനെ എങ്ങനെ നമുക്കൊരു കണ്ടിന്യൂറ്റിയിലേക്ക് മാർക്കറ്റിനകത്ത് എങ്ങനെ കൊണ്ടുവരാം എന്നൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഓപ്പൺ പ്രൈസ് ചെയ്ത് പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തു. ഒബിയസ്ലി ഇപ്പോൾ ₹5 ഓപ്പണായ മാർക്കറ്റ് ₹7 ക്ലോസ് ആയി. അപ്പോൾ ഈ ₹7 ക്ലോസ് ആകുമ്പോൾ ഇനി അടുത്ത ക്യാൻഡിൽ എവിടെ ഓപ്പൺ ആവുന്നുള്ളത്? നെക്സ്റ്റ്
ആ സെയിം പ്രൈസ് ഇല്ലേ? ആ രൂ. 7 തന്നെ ആയിരിക്കണം അടുത്ത ഓപ്പണിംഗ്. അപ്പോൾ രൂ. 7 ദാ ഇവിടെ ഓപ്പണായി. ഓപ്പൺ ആയതിന് ശേഷം നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. രൂ. 7 പ്രൈസ് ഓപ്പണായി. ഇനി അതെന്ത് ചെയ്ത്? ഓപ്പൺ ആയ ഉടനെ തന്നെ ബയേഴ്സിന്റെ ആക്റ്റീവ്നെസ് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് പ്രൈസ് കുറച്ചും കൂടി ഒരു ബൈയിങ്ങിലേക്ക് പോയി. ഒരു ₹9 വരെ എത്തി. ₹9 വരെ വന്നു. ₹9 എത്തിയപ്പം ആക്റ്റീവായിട്ട് സെല്ലേഴ്സ് സ്പോട്ട് ചെയ്തു. മാർക്കറ്റിനെ അവിടുന്ന് പുഷ് ചെയ്തു, പുഷ് ചെയ്തു, പുഷ് ചെയ്തു. ഈ ലെവലിൽ നിന്ന് നമുക്ക് എവിടെ എത്തി? ₹3 വരെ എത്തി. ഈ ₹3 നിന്ന് എന്താണ്? ചെറിയൊരു റിജക്ഷൻ കാണാൻ പറ്റും നമുക്കല്ലേ? ആ റിജക്ഷൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണത്? ₹3 ബയേഴ്സ് ഉണ്ട്. ഫൈൻ. ആ ബയേഴ്സ് ഉണ്ട്. പക്ഷേ മാർക്കറ്റ് ആ ഒരു ഡെഡ്‌ലൈൻ ഇപ്പൊ നമ്മളൊരു 5 മിനിറ്റോ, 15 മിനിറ്റോ ഏത് ടൈം ഫ്രെയിമാണ് ഇട്ടത്, ആ ഡെഡ്‌ലൈൻ എത്താറായപ്പോഴത്തേക്ക് കുറച്ച് ചെറിയ റിജക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പോയി ക്ലോസ് ചെയ്തു. അതായത് ഒരു ₹5 ക്ലോസ് ചെയ്തു. ഈ ₹5 ക്ലോസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡേറ്റ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണത്? ₹7 ഓപ്പണായി. ₹9 വരെ പോയിരുന്നു. പക്ഷേ അവിടെ സെല്ലേഴ്സ് ഇംപാക്റ്റിൽ മാർക്കറ്റിലേക്ക് ഇന്റർഫിയർ ചെയ്തതുകൊണ്ട് പ്രൈസ് വീണ്ടും താഴേക്ക് ₹3 വരെ സെല്ലേഴ്സ് എത്തിച്ചു. പക്ഷേ ₹3 നിന്ന് ചെറിയൊരു ബൈയിങ് പ്രഷറിൽ മാർക്കറ്റിൽ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് ₹5 ക്ലോസ് ചെയ്തു. അപ്പോൾ ഫുൾ ഡേറ്റ റീഡ് ചെയ്യുകയാണെങ്കിൽ ₹7 ഓപ്പണായി, ₹5 ക്ലോസ് ആയി. അത് മൈനസ് വാല്യൂ ആണ് അല്ലേ? ഓപ്പൺ പ്രൈസിൽ നിന്ന് താഴേക്ക് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡലിന്റെ റിസൾട്ട് നമുക്ക് റീഡ് ചെയ്യുകയാണെങ്കിൽ ആരാണ് ആക്റ്റീവ്? സെല്ലേഴ്സ്. അപ്പോൾ ഇത്രയും ഡേറ്റാസ് നമുക്ക് ഈ ബൈ ക്യാൻഡിലും സെൽ ക്യാൻഡിലും വെച്ച് പഠിക്കാൻ പറ്റും. ഇത് പഠിക്കുമ്പോൾ ഉള്ള ഗുണമാണ് ഞാൻ പറഞ്ഞു തന്നത്. നമുക്ക് ടൈം ഫ്രെയിംസുകൾ വെച്ചിട്ട് ഇതിൽ മാനേജ് ചെയ്യുമ്പം ആരാണ് മാർക്കറ്റിൽ ഇപ്പോൾ കറന്റ്ലി ആക്റ്റീവ് അല്ലെങ്കിൽ ആ ആക്റ്റീവ്നെസ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് പ്രോബബിലിറ്റി ഉണ്ടാക്കാം എന്നുള്ള ഐഡിയാസ് ആണ് ഈ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നമുക്ക് തരുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. നമുക്കത് ക്ലിയർ ഔട്ട് ചെയ്യാം. ഇനി അതേപോലെ ഒരു ചാർട്ടിംഗ് ടൈപ്സ് ആണ് ലൈൻ ചാർട്ട്. ഇത് അതിലും സിമ്പിൾ ആണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് നോയ്സ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ ഫങ്ഷൻസുകൾ ഇല്ല. ഒരുപാട് പേരുകളും ഇല്ല. ലൈൻ ചാർട്ടിനകത്ത് വരുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഒരു ക്യാൻഡലിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഓരോ ക്യാൻഡലിനും ഓപ്പൺ ഉണ്ട്, ക്ലോസ് ഉണ്ട്, ഹൈ ഉണ്ട്, ലോ ഉണ്ട്. പക്ഷേ ലൈൻ ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണത് ഒറ്റ കാര്യമേ ഉള്ളൂ. ലൈൻ ചാർട്ടിന് പ്രയോറിറ്റി കൊടുക്കുന്നത് ക്ലോസ് ലെവൽസ്. അതായത് ഇപ്പം ₹5 പ്രൈസ് ഇവിടെ ഓപ്പണായി. ₹7 വരെ പ്രൈസ് ഇവിടെ എത്തി. ₹8 വരെ പോയിരുന്നു. ₹3 വരെയും പോയിരുന്നു. അപ്പോൾ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ലൈൻ ചാർട്ട് എന്ത് ചെയ്യും? ഇതേപോലെ ഓപ്പൺ പ്രൈസിൽ നിന്ന് ഇവിടെ വന്ന് ക്ലോസ് ചെയ്യും. ലൈൻ ചാർട്ട് ഇപ്പം ഇങ്ങനെ ലൈനായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. ഇനി ഇതേപോലെ അടുത്ത ഓപ്പൺ വരുന്നത് ₹7 പ്രൈസ് ₹3 വരെ എത്തി. സെയിം ഇതേപോലെ. ഇതൊരു സെൽ ക്യാൻഡിലാണ്. അപ്പോൾ എന്താണ്? ഇവിടെയായിരുന്നു ലാസ്റ്റ് ക്ലോസ്. അടുത്ത ക്ലോസിംഗ് വന്നത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ലൈൻ ചാർട്ട് എങ്ങനെ ക്ലോസ് ചെയ്യും? ഫസ്റ്റ് ക്ലോസ് ഇവിടെ, സെക്കൻഡ് ക്ലോസ് ഇവിടെ. അപ്പോൾ അടുത്ത ക്ലോസിംഗ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയാ ക്ലോസിംഗ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും ഇവിടെ. അല്ലേ? ഒരു എ ഷേപ്പോ ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഒരു വി ഷേപ്പോ അങ്ങനത്തെ ഒരു പോയിന്റ്സ് ഉണ്ടാവും. അത് മാത്രമേ നമുക്ക് ലൈൻ ചാർട്ടിൽ കാണാൻ പറ്റുള്ളൂ. ലൈൻ ചാർട്ട് പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ലൈൻ ചാർട്ടിനകത്ത് ഒരിക്കലും വിക്സുകൾ ഇൻഡിക്കേറ്റ് ചെയ്യില്ല. പ്രൈസ് ഇത്ര ഹൈ പോയിരുന്നു, ഇത്ര ലോ വന്നിരുന്നു എന്നില്ല. ക്ലോസിംഗ് ലെവൽസ് മാത്രം ട്രാക്ക് ചെയ്ത് പോകും. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് ലെവൽസിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അർത്ഥം. പ്രൈസ് എവിടെയാണ് ഹോൾഡ് ആവണത്? ആ ഹോൾഡ് ആവുന്ന ലെവൽസിനകത്തും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി നമുക്ക് വരും കൺസെപ്റ്റുകളിൽ അഡ്വാൻസ് മെത്തേഡ്സിലൊക്കെ ആയിരിക്കും നമ്മൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് പറയണത്. ജസ്റ്റ് ഇത്ര അനാലിസിസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ലൈൻ ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണത് ക്ലോസ് ലെവൽസ് ആണ്. പക്ഷേ കാൻഡിൽ സ്റ്റിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്ലോസ് ലെവൽസ് വെച്ച് നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻസ് റീഡ് ചെയ്യാൻ പറ്റും. അതുമല്ല നമ്മുടെ കൺസെപ്റ്റിലേക്ക് വരുമ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫോർമേഷൻ ബിൽഡ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ലൈൻ ചാർട്ടും കാൻഡിൽ സ്റ്റിക്കും തമ്മിലുള്ളത്. ലൈൻ ചാർട്ട് വളരെ സിമ്പിളാണ്. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. കാൻഡിൽ സ്റ്റിക്കാണ് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളതും പ്രയോറിറ്റി കൊടുക്കാനുള്ളതും എപ്പോഴും. അപ്പോൾ ഇത് രണ്ടിനകത്തും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കത് ക്ലിയർ ഔട്ട് ചെയ്യാം. ഓക്കെ.